അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് H1B H4 അപേക്ഷകർക്ക് സോഷ്യൽ മീഡിയ പരിശോധന ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ US കോൺസുലേറ്റുകളിൽ നിശ്ചയിച്ചിരുന്ന വിസ ഇന്റർവ്യൂകൾ മാറ്റിവെച്ചത് വിസ സ്റ്റാമ്പിങ്ങിനായി കാത്തിരുന്ന H1B വിസ ഉടമകൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം നിശ്ചയിച്ചിരുന്ന നൂറുകണക്കിന് ഇന്റർവ്യൂകളാണ് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് മാറ്റിവെച്ചത്. ഇതോടെ അവധിക്ക് നാട്ടിലെത്തിയ പല IT പ്രൊഫഷണലുകളും വിസ സ്റ്റാമ്പിംഗ് ലഭിക്കാതെ ഇന്ത്യയിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മാസങ്ങളായി നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസമായി എന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കായി ചില ഇന്റർവ്യൂ സ്ലോട്ടുകൾ അപ്രതീക്ഷിതമായി തുറന്നതായാണ് റെഡിറ്റ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപേക്ഷകർ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 100 ദിവസത്തിലേറെയായി പുതിയ സ്ലോട്ടുകളൊന്നും ലഭ്യമാകാതിരുന്ന സാഹചര്യത്തിൽ ഈ മാറ്റം പ്രതീക്ഷ നൽകുന്നതാണ്. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകളിലാണ് പ്രധാനമായും സ്ലോട്ടുകൾ ലഭ്യമായിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു ഔദ്യോഗിക അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലല്ലെന്നും വളരെ കുറഞ്ഞ എണ്ണം സ്ലോട്ടുകൾ മാത്രമാണ് ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നതെന്നുമാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം റെഡിറ്റിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: H1B H4 വിസ സ്ലോട്ടുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം കോൺസുലർ അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ ഇപ്പോൾ ധാരാളമായി ലഭ്യമാണ്. എന്നാൽ VAC അഥവാ ബയോമെട്രിക് സ്ലോട്ടുകൾ വളരെ സാവധാനത്തിലാണ് വരുന്നത്. പലപ്പോഴും ഓരോന്നായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം പുതിയ VAC സ്ലോട്ടുകൾ അപ്രതീക്ഷിതമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദയവായി പേജിൽ തന്നെ തുടരുക. ഓരോ ലൊക്കേഷനുകൾ മാറി മാറി പരിശോധിച്ചുകൊണ്ടിരിക്കുക. ചെന്നൈയിലും ഹൈദരാബാദിലുമാണ് ഇത് കൂടുതലായും തുറക്കുന്നത്. എനിക്ക് സ്ലോട്ട് ലഭിച്ചു. റെഡിറ്റ് യൂസർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: H1B വിസ അപേക്ഷകർക്കും അവരുടെ ആശ്രിത വിസയായ H4 വിസ അപേക്ഷകർക്കും സോഷ്യൽ മീഡിയ പരിശോധന നടപ്പിലാക്കിയതാണ് ഈ കാലതാമസത്തിന് പ്രധാന കാരണം. നേരത്തെ FMJ വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയതിന് സമാനമായ പരിശോധനയാണ് H1B H4 വിസ അപേക്ഷകർക്കും ആരംഭിച്ചിരുന്നത്. ഓരോ അപേക്ഷകനെയും വിശദമായി പരിശോധിക്കേണ്ടി വരുന്നത് കോൺസുലേറ്റുകളിലെ പ്രതിദിന പ്രവർത്തനശേഷിയെ ബാധിച്ചതോടെയാണ് വിസ ഇന്റർവ്യൂ നിശ്ചയിച്ച തീയതിയിൽ നിന്ന് മാറ്റിവെക്കാൻ ധാരണയായത്. ഇന്ത്യയിൽ കുടുങ്ങിയ ജീവനക്കാരെ സഹായിക്കാൻ ആമസോൺ പോലുള്ള വൻകിട കമ്പനികൾ ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകിയെങ്കിലും കോഡിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പല കമ്പനികൾക്കും ഈ അപ്രതീക്ഷിത സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. അമേരിക്കൻ ബിസിനസ് മേഖലയെ ഇത് ദോഷകരമായി ബാധിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം അമേരിക്കൻ എംബസിയിൽ നിന്ന് സ്ലോട്ടുകൾ സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ വിസ പോർട്ടലുകൾ നിരന്തരം പരിശോധിക്കണമെന്നാണ് അപേക്ഷകർക്ക് റെഡിറ്റ് യൂസർമാർ നൽകുന്ന നിർദ്ദേശം. വരും മാസങ്ങളിലും സ്ലോട്ടുകൾ ലഭ്യമാകുമോ അതോ ഈ പ്രതിസന്ധി 2027 വരെ നീളുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്.